Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, നമ്മള് ഫ്രണ്ട് ഓഫീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഭാഗമായില്ലേ ഫ്രണ്ട് ഓഫീസിന്റെ? എവിടെ വരെ എടുത്ത് നിർത്തിയത്? റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? അത് കംപ്ലീറ്റ് ആയില്ലേ? ഇനി മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഏതാണ്? മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അത് നമ്മൾ കഴിഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞില്ലേ? ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടത് സ്കിൽസ് ആണ്. സ്കിൽസ് തീരാറായിട്ടില്ല. ലാസ്റ്റ് ഭാഗമല്ലേ, ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസിലല്ലേ നമ്മൾ പറയാനുള്ളത് അടുത്തതായിട്ട്? അതെ. ഓക്കെ. ഓക്കെ, ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ സ്കിൽ ആണ് ടെലിഫോൺ എറ്റിക്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് ഒരു ടെലിഫോൺ എറ്റിക്യൂട്ട് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു ടെലിഫോൺ എറ്റിക്യൂട്ട്? നമ്മൾ പറഞ്ഞല്ലേ എന്താണ് എറ്റിക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? മര്യാദകൾ അല്ലെ? ടെലിഫോൺ കോളുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെ? ഫ്രണ്ട് ഓഫീസിലേക്ക് എപ്പോഴും അന്വേഷണങ്ങൾക്കായിട്ട് ഒന്നിലും നേരിട്ട് വരാം, അല്ലെങ്കിൽ കൂടുതലും നമ്മൾ ഫോൺ കോളിലൂടെ ആയിരിക്കാം ബന്ധപ്പെടുന്നത് അല്ലെ? അപ്പൊ നല്ല രീതിയിലുള്ള ഫോൺ മര്യാദകള് ഇതിൽ പാലിക്കുക എന്നത് ഏതൊരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ പ്രധാന സ്കില്ലായിട്ടുള്ള ഒന്നാണ്. നോക്കിയേ, when a patient calls in, the way in which the front desk personnel handles the telephone call determines how the facility is perceived. അതായത് നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റുകൾക്ക് വേണ്ടിട്ടോ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കാന്ന് വിചാരിക്കും. ഒരു കോൾ ചെയ്യാണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസിലേക്ക്. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഫ്രണ്ട് ഡെസ്ക് പേഴ്സണൽ ആരാണോ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അവര് നല്ല രീതിയിൽ ആ ടെലിഫോൺ കോള് അറ്റൻഡ് ചെയ്യാണ്. നല്ല രീതിയിൽ നമ്മൾ വിളിക്കുന്ന കോള് നമ്മളോട് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആ ഒരു ഫോൺ കോള് നന്നായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്താണ് ആ ഒരു ഫോൺ കോളിലൂടെ അവരുടെ ആ ഒരു പെരുമാറ്റത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതേപോലെ നല്ല രീതിയിലായിരിക്കാം നടക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ? വരുമോ? നമ്മൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അവിടുത്തെ ജീവനക്കാര് ആദ്യമായിട്ട് നമ്മൾ വിളിക്കുകയാണ്, ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലേക്ക് ആദ്യമായിട്ട് നമ്മൾ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് അവർ നമ്മളോട് തരുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നിന്ന് ആദ്യത്തെ ആ ഒരു ഇംപ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഇതുപോലെയായിരിക്കും എന്ന് നമുക്ക് ആ ഒരൊറ്റ ഫോൺ കോളിലൂടെ തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ? അതാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. പേഷ്യന്റ് കോള്, ഇവിടെ ഒരു പേഷ്യന്റ് വിളിക്കുന്ന സമയത്ത് the way in which the front desk personnel handles the telephone call, ഏത് രീതിയിലാണ് അവിടുത്തെ ഫ്രണ്ട് ഡെസ്ക് പേഴ്സണൽ അല്ലെങ്കിൽ ജീവനക്കാര് ആ ടെലിഫോൺ കോള് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? ഏത് രീതിയിലാണ്? ചിലപ്പോൾ ദേഷ്യത്തിൽ നല്ല രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ മോശമായ രീതിയിൽ ചെയ്യാം അല്ലെ? ആ രീതിയിലൂടെയാണ് that determines how the facility is perceived. അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങള് എങ്ങനെയാണെന്ന് നിർണയിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഒരൊറ്റ ഫോൺ കോളിലൂടെ ആ വിളിക്കുന്ന പേഷ്യൻസിന് സാധിക്കും അല്ലെ? നമുക്കും സാധിക്കാറുണ്ട് അല്ലെ? ചില പേഷ്യൻസ് ചിലപ്പോ വിളിക്കുന്ന സമയത്ത് അവര് നല്ല രീതിയിലൊന്നും പെരുമാറണമെന്നില്ല അല്ലെ? ഭയങ്കര ബിസി ആയിട്ടൊക്കെ ആയിരിക്കും അവർ അറ്റൻഡ് ചെയ്യുന്നത്. ഒത്തിരി സമയമൊന്നും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും ചിലപ്പോ അവരെന്ത് ചെയ്യാറില്ല, സമയം തരാറ് പോലും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്താവും? നമുക്ക് അത്ര വലിയ രീതിയിലുള്ള ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ഫോൺ കോൾ
കോളിൽ നിന്ന് കിട്ടോ? ഇല്ല, സ്വാഭാവികമായിട്ടും കിട്ടില്ല അല്ലെ. വിളിക്കുന്ന ഓരോ കോളുകളും നല്ല രീതിയിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് നന്നായി അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ ഒരൊറ്റ ഫോൺ കോളിലൂടെ തന്നെ ആ ഹോസ്പിറ്റലിലെ എല്ലാ സർവീസുകളും ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ടെന്നാ പറയുന്നത്. Clear അല്ലേ? The medical office receptionist must be a good listener and maintain confidentiality besides having good phone manners. ഇനി ഇവർക്ക് ഒരു ഗുഡ് ഫോൺ മാനേഴ്സ് മാത്രമല്ല വേണ്ടത്, എന്താ, നല്ല രീതിയിൽ ലിസണർ ആയിരിക്കണം. ഗുഡ് ലിസണർ അല്ലെ. അവിടെ ഓപ്പോസിറ്റ് വിളിക്കുന്ന ആളുകളെ കൃത്യമായി നല്ല രീതിയിൽ ശ്രദ്ധിക്കാനുള്ള ഒരു സ്കില്ല് കൂടി വേണം അല്ലെ. അവരെ ലിസൺ ചെയ്യുക, അവരെന്താണോ പറയുന്നത് അത് നല്ല രീതിയിൽ കേൾക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ടായിരിക്കണം. പലപ്പോഴും അങ്ങനെ ഒരു ഫ്രണ്ട് ഓഫീസോ ഡെസ്കിൽ വിളിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാറുണ്ടോ? ചില സമയങ്ങളിൽ അവർക്ക് ഭയങ്കര ബിസി ആയിരിക്കും അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മളോട് തിരക്ക് പിടിച്ചായിരിക്കും ഏതാണ്, എവിടെയാണ്, എങ്ങനെയാണ്. നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും കേൾക്കാനോ എല്ലാവരും മനസ്സ് കാണിക്കാറുണ്ടോ? ഉണ്ടോ? നമുക്ക് എപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോ കിട്ടണം എന്നില്ല. കാരണം ചിലവർ എന്ത് ചെയ്യില്ല, ഒത്തിരി തിരക്കുള്ള ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം കേൾക്കാനായിട്ടുള്ള ക്ഷമയോ സമയമോ ഒന്നും ചിലപ്പോൾ അവർക്ക് ഉണ്ടായെന്ന് വരില്ല. പക്ഷെ നല്ലൊരു സ്കിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് എല്ലാ കാര്യങ്ങളും അവരുടെ പേഷ്യൻസിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കേൾക്കാനായിട്ട് ഒരു നല്ല ലിസണർ ആയിരിക്കണം, കേൾക്കുന്ന ഒരാളായിരിക്കണം. ആൻഡ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി, എന്താണ്, നല്ലൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം. എന്താണ് അവിടെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നത്? ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് അല്ലെ. ഉണ്ടോ? ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവമില്ലേ? ഏതൊരു ജോലി ആയിക്കോട്ടെ, നമുക്ക് നമ്മുടേതായ കുറച്ച് സീക്രട്സ് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാത്ത രീതിയിൽ ഉണ്ടാവില്ലേ? എല്ലാവരോടും എല്ലാം നമുക്ക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും എല്ലാ ജോലിക്കും അതിൻ്റെതായ കുറച്ച് കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ രഹസ്യ സ്വഭാവങ്ങളുണ്ട്. ഇവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനും അതേപോലെ തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് അല്ലെ. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. അത് മറ്റുള്ളവരോട് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല അല്ലെ. അത് എത്ര നമ്മുടെ പ്രിയപ്പെട്ടവരായിക്കോട്ടെ നമ്മളോട് ചോദിക്കുകയാണ്, നമുക്കറിയാം നമ്മുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് കൈമാറുന്നത് നമുക്ക് ഇഷ്ടാവോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ വരുന്ന ഓരോ പേഴ്സൺസിനും അല്ലെങ്കിൽ ഓരോ അവിടുത്തെ പേഷ്യൻസിന്റെയും ഇൻഫർമേഷൻസ് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് സൂക്ഷിക്കുക. ഹോസ്പിറ്റലിന്റേതായ അതുപോലെയുള്ള ഒരു ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതൊന്നും പുറത്തേക്ക് അറിയിക്കാതിരിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം കൂടി ആർക്കുണ്ട്? ഈ പറയുന്ന ഒരു മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റിനുണ്ട്. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും ഇവരവിടെ എന്ത് ചെയ്യണം? നിലനിർത്തണം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത്. ടെലിഫോൺ എറ്റിക്വറ്റ്, ടെലിഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മര്യാദകൾ പാലിക്കുക, നല്ലൊരു ഗുഡ് ലിസണർ ആയിരിക്കുക, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. ഇത് 3 എന്താണ്, ഒരു ക്രിട്ടിക്കൽ സ്കില്ലില് വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ. നെക്സ്റ്റ് 2 കോൾ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡസ് ആൻഡ് ഡോൺസ് ആണ്. അപ്പൊ ഒരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പേഷ്യന്റ് ആ ഒരു ഫ്രണ്ട് ഡെസ്കിലേക്ക് കോൾ ചെയ്യാണെന്ന് വിചാരിക്കാം. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫ്രണ്ട് എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. 2 കോളങ്ങളിലായിട്ട് ഒന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, മറ്റൊന്ന് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഒരു 3 പോയിന്റ്സ് വീതം പറയുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് ഡസ്. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തത് പറയാം കേട്ടോ. അങ്ങനെയാവുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഒരാളെ ഫോൺ കോളിലൂടെ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആ ഒരു ഫ്രണ്ട് ഡെസ്കിലേക്ക് ചെല്ലുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ എന്ത് ചെയ്യണം? സ്മൈല്, അവരെ നോക്കി ഒന്ന് ചിരിക്കുക അല്ലെ. നമുക്ക് ഇഷ്ടമല്ല അവര് നോക്കി നമ്മളൊന്ന് ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ?
ഇല്ലേ? ആൻഡ് പ്ലസന്റ് ടോക്ക് ആയിരിക്കണം. ഒരിക്കലും നമ്മളോട് ദേഷ്യപ്പെട്ടുള്ള ഒരു സംസാരമായിരിക്കരുത് അല്ലെ. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. അതാര് ചെയ്യേണ്ട കാര്യമാണ്? റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് സ്പീക്ക് ക്ലിയർലി, നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെ. ഒരിക്കലും നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കുന്ന രീതിയിലാവരുത് അല്ലെ. എന്തൊരു കാര്യം പറയുമ്പോഴും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം. മൂന്നാമത്തത് മേക്ക് ദം വെൽക്കം. അവരെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഉപചാരപൂർവ്വം എന്തെങ്കിലും എന്താണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ രീതിയിൽ ഗ്രീറ്റിംഗ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യുക. ഈ 3 കാര്യങ്ങളും ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? എന്താണ് ഒന്നാമത് പറയുന്നത്? ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവരോട് സംസാരിക്കണം. അതുപോലെ സ്പീക്ക് ക്ലിയർലി, വളരെ വ്യക്തമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം. ദെൻ മൂന്നാമത്തത് മേക്ക് ദം വെൽക്കം, അവരെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കണം. ക്ലിയർ അല്ലേ? ദെൻ ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇനി 3 പറയാൻ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് വരുന്ന പേഷ്യൻസിനെ ഒരിക്കലും അസ്വസ്ഥരാക്കരുത്. ഇപ്പൊ നല്ല സ്മൈലോട് കൂടിയൊക്കെ നമ്മളോട് സംസാരിക്കും. അതെ, ഡിസ്ട്രാക്ട് ചെയ്യുക, അവരെ ശ്രദ്ധ തിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ അസ്വസ്ഥരാക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പല സിറ്റുവേഷനിൽ നിന്നായിരിക്കാം വരിക അല്ലെ. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ നിന്ന് വരുന്ന സമയത്ത് ഇപ്പൊ അവരൊരു കാര്യം പറയുമ്പോ അവരെ ആ ഒരു ചിരിച്ചോട് അല്ലെ അവരോട് തിരിച്ച് ദേഷ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അസ്വസ്ഥരാണോ? ആവോ? അതേസമയം നമ്മളോട് ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ്, എന്താണ് ഞാൻ എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എന്ത് ചെയ്യും? മയപ്പെടും അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ അവസ്ഥ ഒന്ന് കുറയും അല്ലെ. അവരുടെ ആ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥത നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേസമയം അവരെ ഏത് സിറ്റുവേഷൻ ആണോ വരുന്നതെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നേരെ തിരിച്ച് നമ്മുടെ തിരക്കിന്റെ ആ ഒരു സ്ട്രെസ്സും പ്രഷറും ഒക്കെ നമ്മൾ അവരുടെ മേലിൽ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഡിസ്ട്രാക്റ്റഡ് ആവും അല്ലെ. അത് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത് ഷൗട്ട് ഓർ വിസ്പർ, അവരോട് എന്ത് ചെയ്യാൻ പാടില്ല? ഷൗട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് അവർ ആരെങ്കിലും ഷൗട്ട് ചെയ്യോ അല്ലെങ്കിൽ നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ അടക്കി പറയുകയോ ചെയ്യാറുണ്ടോ? പാടില്ല എന്നാ പറയുന്നത് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് നമ്മളോടൊന്ന് ആക്രോശിക്കാനോ, ചിലപ്പോൾ അവർക്ക് ഓൾറെഡി അവരുടേതായ വർക്ക് പ്രഷറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം അല്ലെ. ഒത്തിരി പേഷ്യൻസ് വരുന്ന സമയത്ത് അവർ ഒത്തിരി വർക്ക് ലോഡൊക്കെ ഉണ്ടാവാം. ആ സമയത്താണെങ്കിൽ പോലും വരുന്ന പേഷ്യൻസിനോട് പേഷ്യൻസ് ചിലപ്പോൾ പല രീതിയിൽ നമ്മളോട് പെരുമാറിയേക്കാം അല്ലെ. എല്ലാവരും ഒരുപോലെ പെരുമാറണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെട്ട് ഒത്തിരി സമയമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തു തരാത്തെ, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ചോദിച്ച് ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടാം. അതേസമയം നമ്മൾ തിരിച്ചങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. നമ്മൾ തിരിച്ചെന്ത് ചെയ്യാൻ പാടില്ല? അങ്ങോട്ട് ആഘോഷിക്കാനോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള അടക്കിപ്പറയലുകൾ നടത്താനോ പാടില്ല. ദെൻ ഹോൾഡ് ഫോർ ടു ലോങ്, ഇനി എന്താ? ഒത്തിരി സമയം അവരെന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർത്താൻ പാടില്ല. ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഹോൾഡ് ഫോർ ടു ലോങ്. ഇപ്പൊ ഒരു റിസപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയറിന് വേണ്ടിയിട്ടോ ഒത്തിരി സമയം അവരെന്ത് ചെയ്യാൻ പാടില്ല? അവിടെ നിർത്തി വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. എത്രയും വേഗം മാക്സിമം എത്രയും വേഗം അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ലാസ്റ്റ് ഭാഗം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ അത് പറയണ്ടല്ലോ. മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? മിസ്സിന്റെ തൊണ്ടയ്ക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.
സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ. നമുക്ക് കേട്ട് നമ്മൾ കണ്ടു പരിചയമുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ അടുത്തത് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ആണ് അടുത്ത ചാപ്റ്റർ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, 14th ചാപ്റ്റർ ആണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിനെ പറ്റി അറിയാൻ പറ്റുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ആരെങ്കിലും ഒക്കെ പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? എന്താണ്, വർക്ക് ചെയ്തിട്ടുണ്ടോ? നസീന വർക്ക് ചെയ്തിട്ടുണ്ടോ? സി സെഷൻ ടൈമില് പോയിട്ടുണ്ട് അല്ലെ. കാരണം ഒത്തിരി പേര് ചിലപ്പോൾ നമ്മുടെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് വന്നപ്പോ നമുക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ 24 hours വർക്കിംഗ് ടൈം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പല സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോവേണ്ടതായിട്ട് വന്നേക്കാം അല്ലെ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടും കുറച്ച് ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് എന്തെന്ന് വിളിക്കാം? OT എന്ന് വിളിക്കാം അല്ലെ. ഷോർട്ട് ഫോം ആയിട്ട് OT എന്ന് വിളിക്കാം കേട്ടോ. മിക്കപ്പോഴും ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിലൊക്കെ ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്റർ എന്നങ്ങോട്ട് നീട്ടി വലിച്ചൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ആ ഷോർട്ട് ഫോമുകളായിരിക്കും കോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ OT എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ആണ് എന്ന് മനസ്സിലാവണം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കാം കേട്ടോ. An operation theater is a place where certain intrusive surgical procedures, which means operation that involve cutting into and working inside a patient's body, take place. So operation theater എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു പ്ലേസ് ആണ്, ഒരു ഇടമാണ് അല്ലെ. എവിടെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ ഒരു പ്ലേസ്? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന പ്ലേസ് എന്തിനു വേണ്ടിയിട്ടാണ്? Where certain intrusive surgical procedures. Intrusive എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻട്രൂസീവ്? എന്തായിരിക്കും ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ? മുറിവുണ്ടാക്കിക്കൊണ്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോഴും മുറിവുണ്ടാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെ. ചെറിയ രീതിയിലുള്ള മുറിവാവാം, വലിയ രീതിയിലുള്ള മുറിവാവാം. എന്നാലും അവിടെ ഒരു മുറിവ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ അല്ലേ നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രൂസീവ് ആയിട്ടുള്ള ഒരു മുറിവുണ്ടാക്കിക്കൊണ്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടപടികൾ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ ഇടമാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്. An operation theater is a place where certain intrusive surgical procedures, മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലിലെ ഒരു ഇടമാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. Which means operation that involve cutting into and working inside a patient's body take place. അതായത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? That involve. ഇനി എന്താണ് ഒരു ഓപ്പറേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. That involve cutting into and working inside a patient's body take place. ഒരു പേഷ്യന്റിന്റെ ബോഡി കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, മുറിവുണ്ടാക്കിക്കൊണ്ട് അതിനുള്ളില് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതാണ് ശരിക്കും ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മുറിവുണ്ടാക്കുകയും ഏത് ഭാഗത്താണോ ആ ഒരു പ്രൊസീജിയർ വേണ്ടത് ആ ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കുന്നു, അതിനുള്ളിൽ ആവശ്യമായ പ്രൊസീജിയേഴ്സ് നടത്തുകയും ചെയ്യും അല്ലെ. വർക്കിംഗ് നടത്തുന്നു. ചിലപ്പോൾ ഒരു എന്തെങ്കിലും ബോണുമായി ബന്ധപ്പെട്ട ഒരു ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓർഗൻസുമായി ബന്ധപ്പെട്ടതാവാം. ഏതാണോ ഏത് ഭാഗത്താണോ ആ ഒരു ഓപ്പറേഷൻ വേണ്ടത് ആ ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കുകയും ആ പേഷ്യന്റിന്റെ ബോഡിയുടെ ഉള്ളില് ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ ആവശ്യമായ വർക്കിംഗ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെയാണ് ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Then this may contain either minimally invasive procedures such as keyhole surgery, where cameras and a laparoscope are inserted through small incisions,
or open surgery where surgeons make larger cuts to reach the internal organs. ഇനി എന്താ ഇത് ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററില് നമുക്ക് രണ്ട് രീതിയിലുള്ള ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് നടക്കുന്നത്. ഒന്നാമത്തത് വളരെ മിനിമലി ഇൻവേസീവ്, വളരെ കുറഞ്ഞ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ളൊരു മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങൾ കേട്ട് കാണും അല്ലെ. കീഹോൾ സർജറി കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ അല്ലെ. ഇപ്പൊ കൂടുതലും കേൾക്കുന്നതാണ് അല്ലെ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ കീ ഹോൾ സർജറീസ് എന്നൊക്കെ പറയുന്നത്. അവിടെ എന്താ വലിയ രീതിയിലുള്ള ഒരു മുറിവുണ്ടാവുന്നുണ്ടോ? ഇല്ല. അതെ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നും പറയും അല്ലെ മലയാളത്തില്. അപ്പൊ അവിടെ വലിയ രീതിയിലൊരു മുറിവൊന്നും ഉണ്ടാവുന്നില്ല അല്ലെ. ചെറിയ, അതായത് മിനിമലി ഇൻവേസീവ് ആണ്, വളരെ കുറഞ്ഞ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള മുറിവുകൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കീഹോൾ സർജറിയിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്നും പറയാം, വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രം മതി കേട്ടോ. അതിൽ കീഹോൾ സർജറിയിൽ പ്രധാനമായിട്ടും ഒരു ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ട്യൂബും അതിനോടൊപ്പം, അതാണ് നമ്മൾ ലാപ്രോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ആ ഒരു തിൻ ഫ്ലെക്സിബിൾ ട്യൂബും അതുപോലെ അതിനോടൊപ്പം ക്യാമറാസും കാര്യങ്ങളൊക്കെ ആ ഒരു സ്മോൾ ഇൻസിഷൻ അല്ലെങ്കിൽ ആ ചെറിയ മുറിവിലൂടെ കടത്തിവിട്ടാണ് നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള ഭാഗങ്ങളെ നിരീക്ഷിക്കുന്നത്. ഇനി അടുത്തത് ഒരു ഓപ്പൺ സർജറീസ് നടത്താറുണ്ട് അല്ലെ. അപ്പൊ രണ്ട് രീതിയിലുള്ള സർജറീസ് ആണ് ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്നത്. ഒന്നാമത്തത് ചെറിയ രീതിയിലുള്ള മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള കീഹോൾ സർജറികൾ നടത്താറുണ്ട്. രണ്ടാമത്തത് ഓപ്പൺ സർജറി. ഓപ്പൺ സർജറി എങ്ങനെയായിരിക്കും? അവിടുത്തെ മുറിവ് എങ്ങനെയായിരിക്കും? ചെറിയ രീതിയിലുള്ള ഒരു മുറിവായിരിക്കോ ഓപ്പൺ സർജറി ആവുമ്പോ? ആണോ? ആയിരിക്കോ? അല്ല അല്ലെ, ഒത്തിരി വലിയ രീതിയിലുള്ള ഒരു മുറിവായിരിക്കും. അതെ, സി സെക്ഷൻ ഒക്കെ പോലെ തന്നെ അല്ലെ, ഒത്തിരി വലിയ രീതിയിലുള്ള മുറിവായിരിക്കാം അവിടെ ഉണ്ടാവുന്നത് അല്ലെ. നോക്കിയേ, ഓപ്പൺ സർജറി വെയർ സർജൻസ് മേക്ക് ലാർജർ കട്ട്സ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗൻസ്. അവിടെ വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കി സർജൻസ് എന്ത് ചെയ്യുന്നു? ആ ഇന്റേണൽ ഓർഗൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് എവിടെയാണോ ആ ഒരു പ്രൊസീജിയർ നടത്തേണ്ടത് ആ പ്രൊസീജിയറിനുള്ളിൽ ആ ഒരു ഇന്റേണൽ ഓർഗനിലേക്ക് എത്താൻ വേണ്ടി സർജൻസ് എന്ത് ചെയ്യുന്നു? ഒരു ലാർജർ കട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയാണ് ആ ഓപ്പൺ സർജറീസ് നടത്തുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഓപ്പറേഷൻ തിയേറ്ററിൽ രണ്ട് രീതിയിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടത്താറുണ്ട്. ഒന്നാമത്തത് വളരെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഇതിനൊരു എക്സാമ്പിൾ ഏതാണ്? കീഹോൾ സർജറിയാണ് അല്ലെ. രണ്ടാമത്തത് ഓപ്പൺ സർജറീസ് നടത്താറുണ്ട്. ഇതിന് എക്സാമ്പിൾ നമുക്ക് ഒത്തിരി എക്സാമ്പിൾ ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള നമ്മുടെ സർജറീസ് ഒക്കെ മിക്ക സർജറികളും ഓപ്പൺ സർജറികളിൽ നടത്തുന്നതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സർജറികൾ ഓപ്പൺ സർജറി, അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയാണ് നമ്മൾ ആ ഒരു ഓർഗനിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. കേട്ടിട്ടുണ്ടോ? റോബോട്ട് അസിസ്റ്റഡ് സർജറി കേട്ടിട്ടുണ്ടോ? അതൊരു അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയാണ്. കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ട് കാണും അല്ലെ. നമുക്ക് അതിനെപ്പറ്റി വലിയ രീതിയിലുള്ള അറിവ് ഉണ്ടാവണമെന്നില്ല, കാരണം അധികം ആയിട്ടില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും അത്ര വലിയ രീതിയിൽ അത് യൂസ് ചെയ്യാനൊന്നും ആയിട്ടില്ല. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ടെക്നോളജിയാണ് കേട്ടോ റോബോട്ട് അസിസ്റ്റഡ് ടെക്നോളജി അല്ലെങ്കിൽ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു മെഷീൻ സർജറിയാണ്. ജസ്റ്റ് മിസ് ഒന്ന് പറയുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് എന്താണെന്നും ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു പേര് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അഡ്വാൻസ്ഡ് അത് ശരിക്കും ഒരു അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. റോബോട്ട്, ഇപ്പൊ നമുക്ക് കീഹോൾ സർജറി ഒക്കെ പോലെ തന്നെ നമുക്ക് റോബോട്ട് അസിസ്റ്റഡ് സർജറീസും ചെയ്യാം. ആ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താണെന്നാണ് മിസ് പറയുന്നത് കേട്ടോ. ഒരു മെഡിക്കൽ, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മെഷീൻസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സർജറി നടത്തുന്നത്. അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു സർജൻ ആയിരിക്കും ഇത് നടത്തുക. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആളല്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല സ്കില്ലുള്ള സർജൻസ് ആയിരിക്കും ഈ ഒരു സർജറി പെർഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാല് റോബോട്ട് അസിസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സർജനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ആര്? ശരിക്കും റോബോട്ടുകൾ എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ ഒരു റോബോട്ട് അല്ല, മറിച്ച് ഒരു റോബോട്ടിക് ആം ആണ്. നമ്മുടെ കൈയൊക്കെ പോലെയല്ലേ, നമ്മുടെ ആളുകളുടെ കൈകളില്ലേ, നമുക്ക് നിങ്ങൾ പിക്ചറൊക്കെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. റോബോട്ടിന്റെ ആംസ്
നമ്മുടെ കൈവിരലുകൾ പോലെ റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ആ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന റോബോട്ടിക് ആമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ അവിടെ സർജൻ എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് അവിടെ സർജറിയിൽ ഉൾപ്പെടുന്നില്ല. മനസ്സിലായോ? സർജൻ നേരിട്ട് കൈകൊണ്ടല്ല ആ ഒരു സർജറി ചെയ്യുന്നത്, മറിച്ച് എന്തിന്റെ സഹായത്തോടു കൂടി ആയിരിക്കാം, എന്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കാം, ഈ റോബോട്ടിക് ആംസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ആംസിലൂടെയാണ് ഈ പ്രൊസീജിയർ നടക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? സൗണ്ട് കുറവായിട്ടാണ് മിസ്സിന് തോന്നുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഒരു റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. കൃത്യമായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർജൻസ് ആയിരിക്കും ഈ ആംസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതെ, സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ കുറെ എക്സ്പാൻഡ് ചെയ്ത് പോവണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. അവിടെ ഒരു റോബോട്ടിക് ആം ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? സർജൻ ആയിരിക്കും കേട്ടോ. സർജനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് നമുക്ക് ആ ഒരു റോബോട്ടിക് ആം ഉപയോഗിച്ച് ചെയ്യുന്ന ആ പ്രൊസീജിയർ ഒക്കെ നമുക്ക് വലിയൊരു സ്ക്രീനിൽ നമുക്കത് വ്യൂ ചെയ്യാനും കൃത്യമായിട്ട് അവിടെ കൺട്രോളിങ് നടത്താനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെറിയൊരു മുറിവേ ഉണ്ടാവുന്നുള്ളൂ, കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ചെറിയ മുറിവുകൾ ഉണ്ടാവുന്നുള്ളൂ, ഫാസ്റ്റ് ആയിട്ടുള്ള റിക്കവറി നടക്കുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിൽ ഒത്തിരി ദിവസം നമുക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ കുറെ അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ പോലും ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത്രയധികം അങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇത് വിപുലമായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്ര കോസ്റ്റ്ലി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുവിധപ്പെട്ട ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ദെൻ എന്താണ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമുക്ക് ഈ ഒരു റോബോട്ടിക് ആമിനെ ഒരു സർജൻസ് അതെ ഇന്റർനാഷണലിലേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. ദെൻ ഇവിടെ നമുക്ക് എന്താ ഈ ഒരു റോബോട്ടിക് ആം എന്ന് പറയുന്നത് എന്താണ്, റോബോട്ടിക് ആമില് നമുക്ക് ഈ ഒരു സർജറിക്ക് വേണ്ടതായിട്ടുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും ടൂൾസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആമില് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പൊ ആ ഒരു ആമില് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ പ്രൊസീജിയേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ, റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മിസ് പറഞ്ഞാണ് കേട്ടോ. ക്ലിയർ ആയോ? അത് എന്താന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ Okay, robot-assisted surgery allows surgeons to perform certain procedures through small incisions. ചെറിയ മുറിവുണ്ടാക്കുകയുള്ളൂ കേട്ടോ. ചെറിയ മുറിവുണ്ടാക്കി പലതരത്തിലുള്ള സർജൻസിനെ പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, റോബോട്ട് അസിസ്റ്റഡ് സർജറികളും അവിടെ ഉപയോഗിക്കാറുണ്ട്. Then operation theatre is otherwise known as OR അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂംസ്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് റൂംസ് അല്ലെങ്കിൽ OR എന്ന് പറയുന്നത്. രണ്ട് പേരുകളുണ്ട് കേട്ടോ. ഇത് സ്മോൾ സർജറീസ് ആണോ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഓരോ സർജറിയുടെ അനുസരിച്ച്, അതായത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് ശരിക്കും ഇതിന്റെ കൂടെ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു സർജൻസിന് നേരിട്ട് ഇറങ്ങാതെ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ നോക്കേ, അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയണോ? എന്താണ് ചോദിച്ചത്? റോബോട്ട് സർജറിക്ക് എക്സാമ്പിളോ? നമ്മുടെ കാർഡിയോ തൊറാക്സിക് സർജറീസ് ഒക്കെ ഇല്ലേ, ഗ്യാസ്ട്രിക് രീതിയിലുള്ള, അതുപോലെ ഹെർണിയ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ. ഈ സർജറി നമുക്ക് അതിനു വേണ്ടിയും ഇങ്ങനെയുള്ള സർജറീസ് യൂസ് ചെയ്യാം. എപ്പോഴും ഇത് തന്നെയാവണമെന്നില്ല കേട്ടോ. നമ്മുടെ ഇതായിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള, നമുക്ക് നമ്മുടേതായ കോസ്റ്റ്ലി അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ചല്ലേ നമ്മൾ സർജറീസ് പ്രിഫർ ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ നമ്മുടെ കീഹോൾ സർജറി ആയിരിക്കാം പ്രിഫർ ചെയ്യുന്നത്. ചില സമയത്ത് ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ചും അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ചും അവർക്ക് ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. ഓക്കെ, നെക്സ്റ്റ് OR എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിന്റെ എൻവിയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം? The operating rooms are germ-free environments. അല്ലെ, ഓപ്പറേഷൻ റൂമുകളിൽ കയറിയവർക്കാണെങ്കിൽ കുറച്ചും കൂടി അറിയാൻ പറ്റും അല്ലെ. അതൊരു അണുവിമുക്തമായ അന്തരീക്ഷമായിരിക്കണം അല്ലെ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. And all personnel should wear protective clothing. അതിനുള്ളിൽ കയറുന്ന എല്ലാ ആളുകളും, അവിടുത്തെ ജീവനക്കാരായിക്കോട്ടെ, അതുപോലെ നമ്മളെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ ആ കയറുന്ന പേഷ്യൻസിനും എന്ത് ചെയ്യാറുണ്ട്? should wear protective clothing. അല്ലെ, ഇടാറുണ്ടോ? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഡ്രസ്സുകളൊക്കെ നമുക്ക് തരാറില്ലേ? അതിനനുസരിച്ചുള്ള ഡ്രസ്സ്, ചപ്പൽസ് ഒക്കെ ഇട്ടല്ലേ നമ്മളെ കയറ്റുന്നത് അല്ലെ. ശരിയാണ് കേട്ടോ. അവിടെ നോക്കിയേ, ക്ലോത്തിങ് സ്ക്രബ്സ്. എന്താണ് സ്ക്രബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടിട്ടുണ്ടോ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാര് സ്ക്രബ്സ് യൂസ് ചെയ്യുന്നത്? എന്താണ് സ്ക്രബ്സ്? ഇപ്പൊ കൂടുതൽ അവർ സ്ക്രബ്സ് ആ യൂസ് ചെയ്യുന്നത്. മുമ്പൊക്കെ ഗൗൺ ആയിരുന്നു അല്ലെ. ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് എന്താ ഉപയോഗിക്കുന്നത്? സ്ക്രബ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ക്രബ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഹാൻഡ് സ്ക്രബ് അല്ല കേട്ടോ. ഹാൻഡ് സ്ക്രബ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഡ്രസ് ആണ്. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഡോക്ടേഴ്സ് ഇടുന്ന ഡ്രസ് കണ്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടുന്ന ഡ്രസ്സിനെയും നമുക്ക് സ്ക്രബ് എന്ന് അതിനെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, മുമ്പ് നമ്മൾ ഗൗൺ അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എങ്ങനത്തെയാന്ന് വെച്ച് കഴിഞ്ഞാല് പാന്റും ഷർട്ടും മോഡല് ഡ്രസ് കണ്ടിട്ടുണ്ടോ? ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാന്റും ഷർട്ടും മോഡലുള്ള ഡ്രസ് കണ്ടിട്ടുണ്ടോ? ഫുൾ ഗൗൺ അല്ലാത്ത രീതിയിലുള്ളത് കണ്ടിട്ടില്ലേ? അതിനെയാണ് സ്ക്രബ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്ക്രബ്സ് യൂസ് ചെയ്ത് അത് കുറച്ചും കൂടി അവർക്ക് അവർക്കൊന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് അതാണ് ശരിക്കും സ്ക്രബ് എന്ന് പറയുന്നത്, സ്ക്രബ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ യൂണിഫോമും അതേ മോഡലിൽ തന്നെയുള്ള സ്ക്രബ്സ് ആണ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ അവരുടെ യൂണിഫോം ഇപ്പൊ അങ്ങനത്തെയല്ലേ മിക്ക മെഡിക്കൽ പ്രൊഫഷണൽസിന്റെയും ഡോക്ടേഴ്സിന്റെയൊക്കെ യൂണിഫോമും. അതിപ്പോ നിങ്ങൾ കുറെ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലെ. മിക്ക മെഡിക്കൽ പ്രൊഫഷണൽസിന്റെയും യൂണിഫോമും അതേ മോഡൽ തന്നെയുള്ള സ്ക്രബ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് മുൻപത്തേക്കാളും ഒത്തിരി വ്യത്യാസങ്ങൾ ഇപ്പോഴത്തെ ഡ്രസ്സിങ്ങിൽ വന്നിട്ടുണ്ട്. അതാണ് ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ക്രബ്സ് യൂസ് ചെയ്യുക, ഷൂ കവറുകൾ ധരിക്കുക, മാസ്കുകൾ ധരിക്കുക, ക്യാപ്സ് ധരിക്കുക, ഐ ഷീൽഡുകൾ ധരിക്കുക, ആൻഡ് അതർ കവറിംഗ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. ഇവിടെ ജേംസ് അല്ലെങ്കിൽ അണുബാധ അല്ലെങ്കിൽ എന്താണ് അണുബാധ അല്ലെങ്കിൽ ജേംസിനെയൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ പടരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യണം? അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടി ആവശ്യമായ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കും. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Then the operating room should be luminous and the temperature should be very cool. ഈ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ടു കാണും, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലേ, നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടു കാണില്ലേ, എപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് ഉണ്ടാവില്ലേ ഇല്ലേ? പല രീതിയിലുള്ള ആ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ? ഒരു ലൂമിനസ് ആയിരിക്കും, വളരെ തിളക്കമുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റുകൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അതിന്റെ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. അവിടുത്തെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം?
കൂൾ ആയിരിക്കണം. അതിനുവേണ്ടി എന്താണ് ആ ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷനിങ് അല്ലെ, എയർ കണ്ടീഷനിങ് ചെയ്തിട്ടുണ്ടാവും. ഇത് ടെമ്പറേച്ചർ എപ്പോഴും കൂൾ ആയിട്ട് നിലനിർത്തണമെങ്കിൽ അവിടെ എയർ കണ്ടീഷനിങ് ചെയ്യണം അല്ലെ. ആൻഡ് ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ഇങ്ങനെ ഒരു എയർ കണ്ടീഷനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വെക്കുന്നുണ്ട്. ശരിക്കും ഒരു ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ, അതായത് നമ്മുടെ എയറിലുള്ള ബാക്ടീരിയാസിനൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടി ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവാനായിട്ട് ഒരു ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം അതിനോടൊപ്പം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സജ്ജീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബാക്ടീരിയസ്, എയർബോൺ ആയിട്ടുള്ള ബാക്ടീരിയാസിനൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടി ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സംവിധാനം വെക്കുന്നതിന് വേണ്ടിയാ ജേം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കാരണം എന്താ, ഒത്തിരി വലിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇടമാണ്. അപ്പൊ ചെറിയ രീതിയിലുള്ളൊരു ഇൻഫെക്ഷൻ പോലും ആ ഒരു പേഷ്യന്റിനെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം അല്ലെ. ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അതുമായി ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകളും വരാറില്ലേ. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ജേം ഫ്രീ ആയിട്ടിടണം. അപ്പൊ ആ ഒരു വരുന്ന എയറിൽ നിന്ന് എന്തെങ്കിലും ബാക്ടീരിയാസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്ത് കളയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, OR എൻവയോൺമെന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഓപ്പറേറ്റിംഗ് റൂമിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് എപ്പോഴും അണുവിമുക്തമായ ഒരു അന്തരീക്ഷമായിരിക്കണം. അവിടെയുള്ള എല്ലാ ആളുകളും, എല്ലാ ജീവനക്കാരും അവർക്ക് സ്വന്തമായ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ ധരിക്കണം? സ്ക്രബുകൾ ധരിക്കണം, ഷൂ കവറുകൾ ധരിക്കണം, മാസ്ക്, ക്യാപ്പ്, ഐഷീൽഡ്, മറ്റ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കുക. അതെന്തിനു വേണ്ടിയാ? ജേംസ് അല്ലെങ്കിൽ രോഗങ്ങൾ പടരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ്, എപ്പോഴും നല്ല തിളക്കമുള്ളതും നല്ല രീതിയിൽ ലൈറ്റിംഗ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂളായിരിക്കണം. ദെൻ ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടി? ടു ഹെൽപ്പ് പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം സംവിധാനത്തോടുകൂടി നമുക്ക് അവിടുത്തെ ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എയർ കണ്ടീഷനിങ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ആ ടെമ്പറേച്ചർ നമ്മളെ കൂളായിട്ട് നിലനിർത്തുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ OR എൻവയോൺമെന്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. OR എൻവയോൺമെന്റ് ആണ് അടുത്തത് പറയുന്നത്. ഓപ്പറേഷൻ റൂമിലെ equipment ആണ് കേട്ടോ. An operating room has special equipments like respiratory and cardiac support, emergency resuscitative devices, patient monitors and diagnostic tools, etc. ഇവിടെ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് റൂമില് പലതരത്തിലുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ്സുകൾ വേണം. കാരണം എന്താ? ഒത്തിരി പല രീതിയിലും ഒരേ രീതിയിലുള്ള സർജറീസ് ആയിരിക്കില്ല ചെയ്യുക അല്ലെ. പല രീതിയിലുള്ള സർജറീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പല സിറ്റുവേഷനിലുള്ള രോഗികളായതുകൊണ്ട് തന്നെ അവർക്ക് ഏത് നേരം ചിലപ്പോൾ എപ്പോ വേണമെങ്കിലും ഏതൊരു ഉപകരണത്തിന്റെയും സഹായം ചിലപ്പോൾ ആ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരാം. അപ്പൊ അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് എല്ലാം ആ ഒരു ഓപ്പറേഷൻ റൂമില് സജ്ജമായിരിക്കണം. അപ്പൊ അതിനു വേണ്ടി റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, ശ്വസനവുമായി ബന്ധപ്പെട്ടത്, ഹാർട്ടുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. Then emergency resuscitative device എന്ന് പറയുന്നത് എമർജൻസി ആയിട്ടുള്ള നമ്മുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട്, അതായത് CPR കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഡീഫൈബ്രിലേറ്റേഴ്സ് മുതലായിട്ടുള്ള ഉപകരണങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം.
പേഷ്യന്റ് മോണിറ്റേഴ്സ്, BP അപ്പാരറ്റസ്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഷ്യന്റ് മോണിറ്ററുകൾ മുതലായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്, എപ്പോഴാണോ രോഗനിർണയം നടത്താൻ ആവശ്യമായ എല്ലാ ടൂൾസും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം. പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുമുള്ള എക്യുപ്മെന്റ്സും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ആ ഒരു സർജറി നടക്കുന്ന സമയത്ത് ഏതൊരു ഉപകരണമാണോ ആവശ്യമായി വരുന്നത് ആ സമയത്ത് അത് ഉടനെ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അതിനുള്ളിൽ സജ്ജമായിരിക്കണം എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. നെക്സ്റ്റ് വരുന്നത് സം ഓഫ് ദ സ്റ്റാഫ് ഹു വർക്ക് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇനി കുറച്ച് സ്റ്റാഫുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എവിടെ വർക്ക് ചെയ്യുന്നതാണ്? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവനക്കാർ ആരൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം ഒരു സർജൻ ആയിരിക്കും അല്ലെ. ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരു സർജൻ വേണം അല്ലെ. സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻ, ആദ്യത്തെ വ്യക്തിയാണ് ഒരു സർജൻ എന്ന് പറയുന്നത്. ആ ഓപ്പറേഷൻ നടത്തുന്ന വ്യക്തിയാണ് സർജൻ എന്ന് പറയുന്നത്. രണ്ടാമത് അനസ്തെറ്റിസ്റ്റ്, കേട്ടിട്ടുണ്ടോ? എന്ത് കൊടുക്കുന്നതാണ്? who give anesthetics to restrain pain both before and during the operation. ഓപ്പറേഷന് മുൻപും ആ ഓപ്പറേഷൻ നടക്കുന്ന സമയത്തൊക്കെ അവർക്ക് ആ ഒരു വേദന കുറയ്ക്കാൻ വേണ്ടി അല്ലെ, വേദന നിയന്ത്രിക്കാൻ വേണ്ടി അനസ്തേഷ്യ, അതെ മയക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി ഒരു അനസ്തറ്റിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് തിയേറ്റർ നേഴ്സ്. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ കൃത്യമായ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഒരു തിയേറ്റർ നേഴ്സ് ഉണ്ടായിരിക്കണം. who take care of patients throughout all 4 stages of operation. ഓപ്പറേഷന്റെ 4 സ്റ്റേജുകളിലെയും പേഷ്യൻസിന്റെ പരിചരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു തിയേറ്റർ നേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് 4 സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻ അറിയാമോ? 4 സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻ അറിയാമോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, പറയുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്താ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ അത് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മളൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളാണ് ഒരു ഓപ്പറേഷന് വേണ്ടി ചെല്ലുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. അവിടെ ഓപ്പറേഷൻ നടന്നിട്ടില്ല അല്ലെ, ഓപ്പറേഷൻ മുൻപാണ് അല്ലെ പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സി സെക്ഷൻ ഒക്കെ പോയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് പോയവരുണ്ടെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താ? പേഷ്യൻസിനെ അസസ്മെന്റ് ചെയ്യും അല്ലെ, അനസ്തേഷ്യ അല്ല, പേഷ്യന്റിനെ അസസ്മെന്റ് ചെയ്യും അല്ലെ, വിലയിരുത്തൽ നടത്തും. അതിനുശേഷം നമ്മുടെ ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ആണോ? തയ്യാറാക്കില്ലേ? അപ്പോ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയവര് നമ്മളോട് സംസാരിച്ച് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പ്രിപ്പയർ ആക്കിയില്ലേ? അതാണ് ഫസ്റ്റ് സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ ആണ് ഇൻഡക്ഷൻ ഫേസ്. ഇൻഡക്ഷൻ ഫേസിൽ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞ കാര്യം ഇൻഡക്ഷൻ, അതെ അലർജി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അലർജി ഉണ്ടോ, നമുക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മളെ ഓക്കെ ആക്കി നമ്മളെ പ്രിപ്പയർ ആക്കി നിർത്തുകയാണ്. ആ ഒരു ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ആക്കി നിർത്തുകയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻഡക്റ്റീവ് ഫേസ് ആണ്. ഇൻഡക്റ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അത് ഇൻഡക്റ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളെ പ്രിപ്പയർ ആക്കി നിർത്തിയാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നവര്? അതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞിരുന്നു, അനസ്തേഷ്യ കൊടുക്കുക അല്ലെ. ശരിയാണ്, അനസ്തേഷ്യ കൊടുക്കുന്ന അല്ലെങ്കിൽ അനസ്തെറ്റിക് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ് ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഏതായിരിക്കും? അനസ്തേഷ്യ കൊടുത്താൽ പിന്നെ സ്വാഭാവികമായിട്ടും ഏത് സ്റ്റേജ് ആയിരിക്കും? ഓപ്പറേഷൻ ആയിരിക്കും അല്ലെ. അതായത് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് ആയിരിക്കും. അവിടെ എന്താ? സർജിക്കൽ ഇൻസിഷനിലൂടെ ആ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? പെർഫോം സർജറി അല്ലെങ്കിൽ സർജറി പെർഫോം ചെയ്യുന്ന സ്റ്റേജ് ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ 3 സ്റ്റേജ് മനസ്സിലായോ? ആ 3 സ്റ്റേജ് ക്ലിയർ ആയോ?
ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നത്. എന്താ ഫേസ് എന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് ആ 4 സ്റ്റേജസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ, അതിന് വേണ്ടി മിസ് പറഞ്ഞു കേട്ടോ. ഫോർത്ത് വൺ ആണ് എന്താണ് ഒന്ന് പറഞ്ഞില്ല, നമുക്കൊന്ന് 4 എണ്ണം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയാം കേട്ടോ. 4ാമതാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങളുടെയൊക്കെ ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ എന്താണ് അവർ ചെയ്യാറ്? ഒബ്സർവേഷന് വേണ്ടിയിട്ട് നമ്മളെ റിക്കവറി റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? ആണോ? നേരെ നമ്മുടെ റൂമിലേക്കല്ലല്ലോ മാറ്റുന്നേ, റിക്കവറി റൂമിലേക്കല്ലേ മാറ്റുക അല്ലെ? ഒബ്സർവേഷന് വേണ്ടിയിട്ട്. അതെ. അപ്പൊ ആ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് കഴിയും. അപ്പൊ 4 സ്റ്റേജ് ആണ് ഒരു ഓപ്പറേഷനിലുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇത്, നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ ആ പേഷ്യന്റിനെ ആവശ്യമായ അസസ്മെന്റുകൾ നടത്തും, അവരെ ആ ഒരു ഓപ്പറേഷന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻഡക്ഷൻ ഫേസ് ആണ്. ഇൻഡക്ഷൻ ഫേസിൽ അനസ്തേഷ്യ ഡ്രഗ്സ്, അനസ്തേഷ്യ കൊടുക്കുക അല്ലെങ്കിൽ അനസ്തെറ്റിക് ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്ത് നൽകുകയാണ് ചെയ്യുക. മൂന്നാമത്തെ ഫേസില് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് ആണ്, അതായത് അവിടെ സർജറി നടത്തുന്ന ഫേസ് ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. നാലാമത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് ആവുമ്പോൾ എന്താണ്? നമ്മുടെ ഒബ്സർവേഷൻസിന് വേണ്ടിയിട്ട് റിക്കവറി റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ ആണോ? 4 ഫേസും ക്ലിയർ ആയോ? ചോദിക്കൊന്നുമില്ല, എക്സാമിനുള്ളതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഈ 4 സ്റ്റേജുകളിലൂടെയും ഓരോ പേഷ്യൻസും കടന്നു പോകുമ്പോൾ അവർ ഈ ഓരോ 4 സ്റ്റേജിലും ആ പേഷ്യൻസിന് ആവശ്യമായ പരിചരണം കൊടുക്കേണ്ടത് ആരാണെന്നാ പറയുന്നത്? ആരാണ് പരിചരണം കൊടുക്കേണ്ടത്? നമ്മൾ ആരുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇതിലേക്ക് എത്തിയത്. ആരാണ് പരിചരണം കൊടുക്കേണ്ടത്? ഈ 4 സ്റ്റേജുകളിലൂടെയും ഓപ്പറേഷൻ ഈ 4 സ്റ്റേജുകളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെയുള്ള ഓരോ പേഷ്യൻസിനെയും നല്ല രീതിയിലുള്ള കെയർ അല്ലെങ്കിൽ പരിചരണം കൊടുക്കേണ്ടത് തിയേറ്റർ നേഴ്സ് ആണ് അല്ലെ? വെരി ഗുഡ്, തിയേറ്റർ നേഴ്സ് ആണ്. അടുത്തത് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടോ? തിയേറ്ററിലെ സപ്പോർട്ട് വർക്കേഴ്സിലെ who shift patients between the wards and the operation theatre. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിലെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി സ്റ്റാഫുകളുണ്ട് അല്ലെ? അതുപോലെ അവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വാർഡുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറെ അറ്റൻഡേഴ്സ് മുതലായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? നെക്സ്റ്റ് വരുന്നത് കാർഡിയോഗ്രാഫേഴ്സ് ടു മോണിറ്റർ ദ ECG മെഷീൻ അല്ലെ? ആ ഒരു എപ്പോഴും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ECG മെഷീൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു കാർഡിയോഗ്രാഫേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വരുന്നത് റേഡിയോഗ്രാഫേഴ്സ് ടു ടേക്ക് എക്സ്റേസ് ഇഫ് ദേ ആർ റിക്വയർഡ്. ആ പ്രൊസീജിയർ നടത്തുന്ന സമയത്ത് എക്സ്റേ മുതലായ കാര്യങ്ങളൊക്കെ ആവശ്യമായി വരികയാണെങ്കിൽ ആ പ്രൊസീജിയർ നടത്തി നൽകാൻ വേണ്ടിയിട്ട് ഒരു റേഡിയോഗ്രാഫേഴ്സും ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ആരൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള ആളുകൾ എന്ന് പറഞ്ഞേ? ആരൊക്കെയാണ് നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ? ഫസ്റ്റ് വൺ ആരാണ്? മെയിൻ ആയിട്ടുള്ള ഹെഡ് ആരാണ്? ആരാണ്? ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആര് വേണം അവിടെ? ഒരു ഡോക്ടർ അല്ലെങ്കിൽ സർജൻ വേണം അല്ലെ? ദെൻ സെക്കൻഡ് വൺ ആരാണ്? സെക്കൻഡ് വൺ ആരാ? ആരൊക്കെ വേണം? പിന്നെ തിയേറ്റർ നഴ്സ് വേണം, അനസ്തേഷ്യസ്റ്റ് വേണം, പിന്നെ എന്താണ് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് വേണം, കാർഡിയോഗ്രാഫേഴ്സ് എന്തിനു വേണ്ടിയിട്ടാ? ECG ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി. പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാലോ അല്ലെ? കാർഡിയോഗ്രാഫേഴ്സ് ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ? റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്റേ മുതലായിട്ടുള്ള സ്കാനിങ് മെത്തേഡുകളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇത്രയും ആളുകൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then next വരുന്നത് പോളിസി ടു എൻറ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ. ഇനി ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ കുറച്ച് നയങ്ങൾ അല്ലെങ്കിൽ പോളിസി പാലിച്ചുകൊണ്ടായിരിക്കണം എൻറ്റർ ചെയ്യേണ്ടത്. വെറുതെ ആളുകൾക്ക് പോയി ഒന്നും കയറാൻ പറ്റുന്ന ഒരു ഇടമാണ് ഓപ്പറേഷൻ തിയേറ്റർ അല്ല അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ അതിൻ്റെതായ കുറച്ച് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാൻ പാടുള്ളൂ. അപ്പൊ അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. നമ്മൾ കയറിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. നോക്കിയേ, സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു OR personnel and show your ID.
വെറുതെ അങ്ങ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരിക്കലും കടത്തിവിടില്ല. മറിച്ച് എന്താണ് ദ എയിം ഓഫ് യുവർ വിസിറ്റ്, എന്ത് കാര്യത്തിനാണ് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ റൂമിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നത് അവിടുത്തെ ഓപ്പറേഷൻ റൂമിലെ ജീവനക്കാരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആൻഡ് ഷോ യുവർ ID, നമ്മുടെ ID കാർഡ് കാണിക്കേണ്ടതാണ്. അതായത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ജീവനക്കാരാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാനായിട്ട് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പോലും എല്ലാവർക്കും അതിനുള്ളിലേക്ക് കയറാനുള്ള അനുവാദം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ അവരെന്തിനാണോ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്, അവരുടെ പ്രധാന ഉദ്ദേശം എന്താണെന്നുള്ളത് അവിടുത്തെ പേഴ്സണിനോട് പറയുകയും അവരുടെ ID കാർഡ് കാണിക്കുകയും ചെയ്യും. മനസ്സിലായോ? അത് അവിടുത്തെ ജീവനക്കാരുമായിട്ടാണ് ബന്ധപ്പെട്ടാണ്. നമുക്കാണെങ്കിൽ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും പെട്ടെന്ന് കയറ്റി കാണിക്കൊന്നുമില്ല അല്ലെ. പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ ID കാർഡ് കണ്ടാൽ പോലും ഒന്നും കാണിക്കാനൊന്നും പോകുന്നില്ല. മറിച്ച് എന്താ, അവർക്ക് പേഷ്യന്റ് ആണെങ്കിൽ അവർക്കറിയാം ഇന്ന പേഷ്യന്റ് ഇന്നൊരു പ്രൊസീജിയറിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ കടത്തിവിടുന്നത്. അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റിക്കവറിയിലേക്ക് ആക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് അവരടുത്ത് പോയി കാണാൻ പറ്റില്ലെങ്കിലും പുറത്തൊരു സ്ക്രീനിലൂടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. സ്ക്രീൻ മാറ്റി തന്നല്ലേ നമ്മളെ കാണിക്കുന്നത്. എല്ലാവരെയും ഒന്നും അകത്തേക്ക് കയറ്റില്ല. അത്രയധികം നിർബന്ധമായിട്ട് ഇതിൽ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പർപ്പസ് മനസ്സിലാക്കിയിട്ട് കയറ്റി വിടുകയുള്ളൂ കേട്ടോ. രണ്ടാമത് ആർട്ടിഫിഷ്യൽ നെയിൽസ്, extenders and chipped nail polish protect more microorganisms than hand and can possibly change the sterile area, so avoid it. എന്താണ് അടുത്തതായിട്ട് പറയുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണെങ്കിലും അല്ലെങ്കിൽ ചെല്ലുന്ന പേഷ്യൻസ് ആണെങ്കിലും ചില ആളുകൾ ഇപ്പൊ കണ്ടിട്ടില്ലേ ആർട്ടിഫിഷ്യൽ നെയിൽസും നെയിൽ എക്സ്റ്റൻഡേഴ്സും ഒക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഒത്തിരി പേരൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ആർട്ടിഫിഷ്യൽ നെയിൽസ്, നെയിൽ എക്സ്റ്റൻഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നെയിൽ എക്സ്റ്റൻഡേഴ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിലുകളോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് ചിപ്പ് ചെയ്ത് കളയില്ലേ ചിലവര്, ചിപ്പ് ചെയ്ത് കളയില്ലേ. അപ്പൊ അങ്ങനെ ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുള്ള നെയിൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്റ്റൻഡേഴ്സ്, ആർട്ടിഫിഷ്യൽ നെയിൽസ് മുതലായവയുടെ ഇടയിൽ മൈക്രോ ഓർഗാനിസത്തിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒളിച്ചിരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു മൈക്രോ ഓർഗാനിസംസ് ഈ കൈയിലൂടെ ആ ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു എന്താണ് സ്റ്റെറൈൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന അണുവിമുക്തമായ ഒരു ഏരിയയാണ് ശരിക്കും ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ ഒന്നില്ലെങ്കിൽ ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇട്ടവരാവാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽസ് വെച്ചവരാവാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽ എക്സ്റ്റൻഡേഴ്സ് വെച്ചവരാവാം. അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് അതിനുള്ളിലേക്ക് കയറുമ്പോ സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആ അണുയുക്തമാക്കിയ ഏരിയയെ കണ്ടാമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മലിനമാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാറുണ്ടോ? നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയണം എന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് അങ്ങനെ നെയിൽ പോളിഷ് ഒന്നും ഇടാനുള്ള അനുവാദ പെർമിഷൻസ് ഒന്നും കൊടുക്കാറില്ല അല്ലെ. കേട്ട് കാണുമല്ലോ, നമ്മുടെ ഈ പേജിലുള്ളവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കേട്ട് കാണുമല്ലോ, നഖം വളർത്താൻ പാടില്ല, നെയിൽ പോളിഷ് ഇടാൻ പാടില്ല അല്ലെ. അപ്പൊ അതൊക്കെ ശരിക്കും ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമാണ് അല്ലെ. മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനെയുള്ള നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമ്മളെ എന്ത് ചെയ്യാറില്ല, ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അധികം കയറ്റാറില്ല. നെക്സ്റ്റ് വരുന്നത് റിമൂവ് ഓൾ ജ്വല്ലറി. ഒരു ഓപ്പറേഷൻ സി സെഷൻ ഒക്കെ പോയവർക്കാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുൻപ് നമ്മുടെ എല്ലാ ജ്വല്ലറീസും എന്ത് ചെയ്യാറുണ്ട്, റിമൂവ് ചെയ്യാറില്ലേ, മാറ്റാറില്ലേ അല്ലെ. റിമൂവ് ഓൾ ജ്വല്ലറി, എല്ലാ ജ്വല്ലറീസും മാറ്റിയിട്ട് വേണം അതിനുള്ളിലേക്ക് കയറാനായിട്ട്. Put on surgical cloth, top and bottom. The surgical cloth must be worn only in the surgical area. ഇനി എന്താ, ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണോ ധരിക്കാറ്? ആണോ? നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് പോകാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ അതിനുള്ളിലേക്ക് അവര് തരുന്ന സർജിക്കൽ ക്ലോത്തുകൾ ചിലപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. ഇപ്പൊ മുമ്പ് സർജറിയുടെ ഗൗൺ ഒക്കെ ആയിരുന്നു, ഇപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെയാണ് തരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് അവർ തരുന്ന സർജിക്കൽ ക്ലോത്തുകൾ ധരിച്ചായിരിക്കണം ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറേണ്ടത്. സർജിക്കൽ ക്ലോത്ത് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. ആ ഒരു സർജിക്കൽ ക്ലോത്തുകൾ ആ സർജറി ചെയ്യുന്ന ഏരിയയിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ധരിച്ചാൽ മതിയാവും.
അതെ, ഗൗണുകളും ഉണ്ട്. അല്ലാതെ ടോപ്പ് ആൻഡ് ബോട്ടം രീതിയിലുള്ളതും ചെയ്യാറുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ കാലിന്റെ ഭാഗത്തോട്ട് മാത്രമാണ് ഒരു സർജറി ചെയ്യുന്നതെങ്കിൽ അപ്പൊ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സ് മതിയല്ലോ അല്ലെ, അല്ലാതെ ഗൗൺ യൂസ് ചെയ്യുന്ന കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ഏരിയ അനുസരിച്ചുള്ള രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഇപ്പൊ കൂടുതലും നമുക്ക് യൂസ് ചെയ്യാൻ തരാറ് കേട്ടോ. ദെൻ ഇത്രയും പോലെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പറയാം, കാരണം അത് ഫുള്ള് കംപ്ലീറ്റ് ആവാനുള്ള സമയമില്ല. അപ്പൊ ആ 4 പോയിന്റ്സ് തന്നെ ഒന്നും കൂടി നോക്കിയേ. എന്തൊക്കെയാണ് പോളിസി ടു എൻറ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ? 4 പോയിന്റ്സ് ആണ് മിസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ആ ഒരു ഓപ്പറേഷൻ റൂമിലേക്ക് അവിടെ ഒരു ജീവനക്കാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും അവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നമ്മളോട് പറയുകയും അതിനനുസരിച്ച് അവരുടെ ജീവനക്കാരാണെങ്കിൽ അവരുടെ ID കാർഡ് കൂടി കാണിച്ച് ഇവർക്ക് ബോധ്യമാവുകയാണ് ശരിയായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ മാത്രമേ അവരവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ. രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽസോ എക്സ്റ്റൻഡേഴ്സോ ചിപ്ഡ് നെയിൽ പോളിഷോ മുതലായവയിൽ മൈക്രോ ഓർഗാനിസത്തിന് പ്രൊട്ടക്ട് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഇടങ്ങളായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സ്റ്റെറൈൽ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യാം, മലിനമാക്കാം. അതുകൊണ്ട് ഇവ അവോയ്ഡ് ചെയ്യുക. മൂന്നാമത് പറഞ്ഞത് എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാനായിട്ട്. നാലാമത് പറഞ്ഞത് ആവശ്യമായ സർജിക്കൽ ഗ്ലോത്തുകൾ ആ സമയത്ത് ധരിക്കുക. ചിലപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ആവാം, ഗൗൺസ് ആവാം, ഏത് രീതിയിലുള്ള ഡ്രസ് ആണെങ്കിലും അവർ ധരുന്ന സർജിക്കൽ ക്ലോത്തുകൾ ധരിച്ചുകൊണ്ടായിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ സർജിക്കൽ ക്ലോത്ത് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ സർജിക്കൽ ഏരിയ. സർജിക്കൽ ഏരിയയിലാണ് നമ്മൾ എപ്പോഴും ആ സർജിക്കൽ ക്ലോത്തുകൾ ധരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് വന്നേ അടുത്ത ക്ലാസ്സിലേക്ക്. താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you, ma'am.